വിദ്യാഭ്യാസവും ഗുരുദക്ഷിണയും. വസുദേവൻ രാമകൃഷ്ണന്മാരുടെ ഉപനയനം നടത്തി അവരെ സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് അയച്ചു. വേദം, വേദാംഗം, ശാസ്ത്രങ്ങൾ, ധർമ്മസംഹിതകൾ, പുരാണ ഇതിഹാസങ്ങൾ മുതലായവയിലെല്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് അവർ അപാരമായ പാണ്ഡിത്യം നേടി. കൂടാതെ ധനുർവേദം തുടങ്ങിയ ആയുധവിദ്യകളിലും വേണ്ടുവോളം അഭ്യാസം അവർക്ക് ലഭിച്ചു. വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്നും പിരിയാറായപ്പോൾ തങ്ങളിൽ നിന്നും എന്തെങ്കിലും ദക്ഷിണ സ്വീകരിക്കണമെന്ന് അവർ ഗുരുനാഥനോട് അപേക്ഷിച്ചു. തൻ്റെ ശിഷ്യന്മാർ ദിവ്യപുരുഷന്മാരെന്നറിഞ്ഞിരുന്ന സാന്ദീപനി ഇപ്രകാരം അവരോട് പറഞ്ഞു: കഴിയുമെങ്കിൽ ഞങ്ങളുടെ ഏക മകനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരിക. സംഭവം ഇതാണ്: ഒരു ദിവസം അദ്ദേഹവും പത്നിയും അവരുടെ ഏക മകനും പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മകനെ കാണാതായി. പിന്നീട് ഒരു വിവരവുമില്ല. ആ മകനെ കിട്ടണമെന്ന് മാത്രമായിരുന്നു മഹർഷിയുടെ അപേക്ഷ. രാമകൃഷ്ണന്മാർ ഉടനടി സമുദ്രതീരത്ത് ചെന്ന് വരുണനെ സ്മരിച്ചു. വരുണൻ പ്രത്യക്ഷനായി. ഗുരുനാഥൻ്റെ പുത്രനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വരുണൻ ഇപ്രകാരം അറിയിച്ചു: പഞ്ചജനൻ എന്നു പേരായ ഒരു രാക്ഷസൻ ആ ബാലനെ കട്ടുകൊണ്ടുപോയി. ഒരു ശംഖിൻ്റെ രൂപമെടുത്ത് അതിനുള്ളിൽ ആ ബാലനെ ഒളിപ്പിച്ചുകൊണ്ട് സമുദ്രത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇത് കേട്ട മാത്രയിൽ തന്നെ കൃഷ്ണൻ സമുദ്രത്തിലേക്ക് എടുത്തു ചാടി അടിയിലേക്ക് ഊളിയിട്ട് ചെന്ന് ശംഖ് എടുത്തുകൊണ്ട് വന്നു. ശംഖ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തെങ്ങും ആ ബാലനെ കണ്ടില്ല. എങ്കിലും ആ ശംഖ് മുഴക്കിക്കൊണ്ട് ഗുരുപുത്രനെ സർവ്വദിക്കിലും അന്വേഷിച്ചു നടന്നു. ആ ശംഖാണ് ഭഗവാന്റെ പ്രസിദ്ധമായ പാഞ്ചജന്യം. പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് രാമകൃഷ്ണന്മാർ യമലോകത്ത് ചെന്നു. യമലോകവാസികളുടെ പാപം പകുതിയും ഭഗവത് ദർശനം കൊണ്ട് നീങ്ങി. പാഞ്ചജന്യത്തിൻ്റെ മുഴക്കം കേട്ട് യമനും പരിഭ്രമിച്ചോടിയെത്തി. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് യമൻ ഗുരുപുത്രനെ കൊണ്ടുവന്ന് കൃഷ്ണനെ ഏൽപ്പിച്ചു. രാമകൃഷ്ണന്മാർ ഗുരുസന്നിധിയിൽ തിരിച്ചെത്തി ഗുരുദക്ഷിണ സമർപ്പിച്ചു. സന്തുഷ്ടനായ സാന്ദീപനി ശിഷ്യരെ അനുഗ്രഹിച്ച് യാത്രയച്ചു. കൃഷ്ണൻ ഗോകുലത്തിൽ നിന്ന് പോന്നിട്ട് വളരെ കാലമായി. അരുമയായി വളർത്തിയ തന്നെ പിരിയേണ്ടി വന്നതിൽ നന്ദനി യശോദയും തൻ്റെ സന്തത സഹചാരികളായ ഗോപാലബാലന്മാരും ഗോപന്മാരും ഗോപികമാരും ഗോവൃന്ദവും എന്നുവേണ്ട ഗോകുലമൊട്ടാകെ തന്നെയും പെട്ടെന്നുണ്ടായ തൻ്റെ വേർപാടിൽ വളരെ ദുഃഖിക്കുന്നുണ്ടാകും. കാര്യന്തര വ്യഗ്രത നിമിത്തം ഇതുവരെ അവിടെ ചെന്ന് അവരെയെല്ലാം കാണാനോ അന്വേഷിക്കാനോ കഴിഞ്ഞിട്ടില്ല. അധികം താമസിയാതെ അവിടെ ഒന്ന് പോകണം. ഇങ്ങനെ കൃഷ്ണൻ ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. താൻ അടുത്തു തന്നെ വരുന്നുണ്ടെന്നുള്ള വിവരം അവരെ അറിയിക്കുവാനും അന്യോന്യം ക്ഷേമവാർത്ത അറിയിക്കുവാനും പറയുവാനും ഉദ്ധവനെ ഒരു ദൂതനായി കൃഷ്ണൻ തീരുമാനിച്ചു. യാദവന്മാരുടെ ഇടയിൽ കൃഷ്ണനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഭക്തിയും വിശ്വാസവും ഉള്ള ആളായിരുന്നു ഉദ്ധവൻ. കൃഷ്ണൻ്റെ ഇംഗിതങ്ങൾ അറിഞ്ഞ് പെരുമാറുന്നതിലും പ്രവർത്തിക്കുന്നതിനുമുള്ള പ്രത്യേക വൈഭവം ഉദ്ധവനുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ ദൗത്യവുമായി ഉദ്ധവൻ ഗോകുലത്തിലെത്തി. നന്ദനും യശോദയും അദ്ദേഹത്തെ അത്യാനന്ദത്തോടുകൂടി സ്വീകരിച്ച് സൽക്കരിച്ചു. കൃഷ്ണനില്ലാത്ത അമ്പാടിയിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നതും കൃഷ്ണനെ തന്നെ നനച്ചുകൊണ്ട് അമ്പാടിയിലെ ആബാലവൃദ്ധം ജനങ്ങളും ദിനരാത്രങ്ങൾ തള്ളി നിൽക്കുന്നതും ഉദ്ധവൻ നേരിൽ കണ്ടു. ഗോപസ്ത്രീകൾക്ക് കൃഷ്ണനോടുണ്ടായിരുന്ന അചഞ്ചലമായ ഭക്തി കണ്ട് ഉദ്ധവൻ അത്ഭുതപ്പെട്ടു. ഏതാനും ദിവസം എല്ലാവരും ഒരുമിച്ച് ഗോകുലത്തിൽ താമസിക്കുകയും അവരെയെല്ലാം ആശ്വസിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഉദ്ധവൻ മധുരാപുരിയിലേക്ക് മടങ്ങി.